വെൽക്കം ടു എക്കണോമിക് എഡിബിൾസ്. സെറ്റ് എക്കണോമിക്സ് പ്രീവിയസ് ക്വസ്റ്റ്യൻ സീരീസിൽ ഇന്ന് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യനും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ദ തിയറി ഓഫ് ലോ ലെവൽ ഇക്വിലിബ്രിയം ട്രാപ്പ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻ എ എച്ച് ലിബേൻസ്റ്റീൻ, ഓപ്ഷൻ ബി നെൽസൺ, ഓപ്ഷൻ സി എച്ച് മിൻറ്റ്, ഓപ്ഷൻ ഡി ലെവിസ്. ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി നെൽസൺ ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ലോ ലെവൽ ഇക്വിലിബ്രിയം ട്രാപ്പ് എന്നും അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ഫ്ലോ ചാർട്ട് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രകാരം പറയുകയാണെങ്കിൽ ലോ ലെവൽ ഇക്വിലിബ്രിയം ട്രാപ്പിൽ ഒരു തേർഡ് വേൾഡ് കൺട്രി, അതായത് അണ്ടർ ഡെവലപ്ഡ് നേഷൻസിൻ്റെ കേസസിൽ അവിടെ ഇൻകം കുറവായിരിക്കും. ഇൻകം കുറവാകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും, സേവിങ്സും കുറവായിരിക്കും. സേവിങ്സ് എന്തെങ്കിലും ഉണ്ടായാലാണല്ലോ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റും കുറവായിരിക്കും. അതിൻ്റെ ഫലമായിട്ട് എന്തായിരിക്കും, ഇൻകം എപ്പോഴും കുറഞ്ഞിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കണക്ഷനാണ് ഇവിടെ ഈ തേർഡ് വേൾഡ് കൺട്രീസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ട്രാപ്പിനെ കുറിച്ചാണ് നെൽസൺ 1956 ഒരു ആർട്ടിക്കിളിൽ കൂടെ വിശദീകരിച്ചത്. അത് പ്രകാരം പറയുകയാണെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് എപ്പോഴും ഈ സെയിം സിറ്റുവേഷൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് അവിടെ ഇൻകം കുറവായിരിക്കും. ഇൻകം കുറവാകുമ്പോൾ എന്തായിരിക്കും, സേവിങ്സ് ഉണ്ടാവില്ല. സേവിങ്സ് കുറവാകുമ്പോൾ എന്തായിരിക്കും, ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് കുറവായിരിക്കുമ്പോൾ എന്തായിരിക്കും, വീണ്ടും ഇൻകം കുറവായിരിക്കും. അപ്പം അതെന്താണ്, ഒരു ട്രാപ്പ് പോലെ അവിടെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ആ തേർഡ് വേൾഡ് കൺട്രീസിന് എപ്പോഴും ഒരു സബ്സിസ്റ്റൻസ് ലെവലിലുള്ള കാര്യങ്ങളെ അവിടെ മെയിൻ്റെനൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് അന്നന്നത്തെ ഉള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, ക്ലോത്ത്, അങ്ങനത്തെ അവരുടെ ബേസിക് നീഡ്സ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ മാത്രമേ ഈ തേർഡ് വേൾഡ് നേഷൻസിന് നടക്കുകയുള്ളൂ. അപ്പോൾ ഇഫ് പെർ ക്യാപിറ്റ ഇൻകം ഈസ് ഇൻക്രീസ്ഡ് ദ എബവ് മിനിമം സബ്സിസ്റ്റൻറ്റ് ലെവൽ ഇറ്റ് എൻകറേജ് ഗ്രോത്ത് ഇൻ പോപ്പുലേഷൻ. ദ പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻ ടേൺ പുഷസ് ഡൗൺ പെർ ക്യാപിറ്റ ഇൻകം അഗെയിൻ ടു സബ്സിസ്റ്റൻസ് ലെവൽ. ദസ് ദ ഇക്കോണമി ഈസ് കോട്ട് ഇൻ ലോ ലെവൽ ഇക്വിലിബ്രിയം ട്രാപ്പ്. ഇപ്പോൾ പെർ ക്യാപിറ്റ ഇൻകം ഒന്ന് ഇൻക്രീസ് ചെയ്തെന്ന് വിചാരിക്കുക. അത് ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അത് പോപ്പുലേഷൻ ഒന്നും കൂടി കൂട്ടാനേ ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ വീണ്ടും എന്തായിരിക്കും, ഈ ലോ ലെവൽ ഇക്വിലിബ്രിയം ട്രാപ്പിൽ തന്നെ ഈ തേർഡ് വേൾഡ് കൺട്രീസ് അകപ്പെടുന്നു എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്, നെൽസൺ പറഞ്ഞിട്ടുള്ളത്. ഗെറ്റിംഗ് ഔട്ട് ദ ട്രാപ്പ് റിക്വയേഴ്സ് ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് ഇൻകം ടു ദ ലെവൽസ് ഹയർ ദാൻ ദ റേറ്റ് ഓഫ് ഇൻക്രീസ് പോപ്പുലേഷൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ട്രാപ്പിൽ നിന്നൊന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്തായിരിക്കും, പെർ ക്യാപിറ്റ ഇൻകം ഹയർ ദാൻ ദ റേറ്റ് ഓഫ് ഇൻക്രീസ് പോപ്പുലേഷൻ. അതായത് പോപ്പുലേഷൻ കൂടുന്നതിനേക്കാൾ അധികം അവിടെ പെർ ക്യാപിറ്റ ഇൻകം അവിടെ ഇൻക്രീസ് ചെയ്താൽ മാത്രമേ ഈ നേഷൻസ് ഈ ട്രാപ്പിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നാണ് നെൽസൺ പറയുന്നത്. നെൽസൺ അതിനുവേണ്ടി ഒരു 3 ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ് ഈ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ആണ് പോപ്പുലേഷൻ ഗ്രോത്ത് ഇക്വേഷൻ, സെക്കൻഡ് വൺ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇക്വേഷൻ, തേർഡ് വൺ ദ ഇൻകം ഗ്രോത്ത് ഇക്വേഷൻസ്. ഇനി അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, അതായത് പോപ്പുലേഷൻ ഗ്രോത്ത് ഇക്വേഷൻ ഡിപ്പെൻഡ്സ് ചെയ്തിരിക്കുന്നത് ഡെത്ത് റേറ്റ് ആൻഡ് ചേഞ്ചസ് ഇൻ ദ ഡെത്ത് റേറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ചേഞ്ചസ് ഇൻ ദ ലെവൽ ഓഫ് പെർ ക്യാപിറ്റ ഇൻകം. ഡെത്ത് റേറ്റും അതുപോലെ തന്നെ ലെവൽ ഓഫ് പെർ ക്യാപിറ്റ ഇൻകവും തമ്മിലുള്ള റിലേഷനാണ് ഫസ്റ്റ് ഇക്വേഷനിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഡെത്ത് റേറ്റ്, അതായത് കണ്ടു ഒന്ന് പെർ ക്യാപിറ്റ ഇൻകം കൂടിക്കഴിഞ്ഞാൽ അവിടെ പോപ്പുലേഷൻ ഗ്രോത്ത് കൂട്ടാനേ അവിടെ ഹെൽപ്പ് ചെയ്യുള്ളൂ. അല്ലാണ്ട് വീണ്ടും അവിടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് നടക്കാൻ പറ്റുന്നില്ല എന്നാണ് ഈ തിയറി പ്രകാരം കണ്ടത്. ഇനി രണ്ടാമത്തെ ഇക്വേഷൻസ് എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇക്വേഷൻ കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത് സേവിങ് ക്രിയേറ്റഡ് ക്യാപിറ്റൽ പ്ലസ് അഡീഷൻ ടു ദ എമൗണ്ട് ഓഫ് ലാൻഡ് അണ്ടർ കൾട്ടിവേഷൻ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇക്വേഷൻസിൽ കണക്ട് ചെയ്തിരിക്കുന്നത് സേവിങ്ങും അതുപോലെ തന്നെ ലാൻഡ് അണ്ടർ കൾട്ടിവേഷനുമായിട്ടാണ്. ഇനി തേർഡ് വൺ ഇൻകം ഡിറ്റർമിനേഷൻ ഡിപ്പെൻഡ്സ് ചെയ്തിരിക്കുന്നത് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ, സൈസ് ഓഫ് പോപ്പുലേഷൻ ആൻഡ് ദ ലെവൽ ഓഫ് ടെക്നിക്. അപ്പോൾ ഇൻകം ഡിറ്റർമിനേഷൻ
ഇക്വേഷൻ ഡിപ്പെൻസ് ചെയ്തിരിക്കുന്നത് ഈസ് എ ഫങ്ഷൻ ഓഫ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ, സൈസ് ഓഫ് പോപ്പുലേഷൻ ആൻഡ് ദ ലെവൽ ഓഫ് ടെക്നിക്. അപ്പോൾ ഇതാണ് മെയിനായിട്ടും ലോ ലെവൽ ഇക്വിലിബ്രിയം ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്ത് വെക്കേണ്ട മെയിൻ പോയിന്റ്സ്. നെൽസനെ കുറിച്ച് ഓർക്കുക, ആരാണ് അത് ഡെവലപ്പ് ചെയ്തത്. 1956 വന്ന തിയറിയാണ്. അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൻ്റെ ഒരു മാലഡീനെ പറ്റിയാണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. 3 ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ PVQ സീരീസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായി കാണാം. എല്ലാവർക്കും